PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മുടെ റിട്ടുകളാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മൗലികാവകാശങ്ങൾ പഠിച്ചപ്പോൾ ജസ്റ്റ് പറഞ്ഞായിരുന്നു, മൗലികാവകാശങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിച്ച് അവ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളത് അല്ലേ. അപ്പോൾ റിട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കുന്ന സമയത്ത് ആ കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? റിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് വേണ്ടി സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നമ്മൾ സമീപിക്കുമ്പോൾ അവർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിട്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ഇതും നമ്മൾ പഠിച്ചു, ബ്രിട്ടൻ അല്ലേ. റിട്ട് നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നുമാണ് റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ഇനി റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്ക് മാത്രമാണ്? ഇവിടെ പറഞ്ഞതുപോലെ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ്. റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്ക് മാത്രമാണ് ഉള്ളത്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 226. ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഇനി ഈ സുപ്രീം കോടതി മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കുക. ഓക്കെ, സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. എന്നാൽ ഹൈക്കോടതി അങ്ങനെയല്ല. ഹൈക്കോടതി മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങൾക്കും എന്താണ് ഈ പറയുന്ന റിട്ട് പുറപ്പെടുവിക്കാറുണ്ട്. മറ്റു കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മൗലികാവകാശങ്ങളല്ലാതെ ഈ തൊഴിൽ തർക്കങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണ്? ഹൈക്കോടതിക്കാണ്. പക്ഷെ സുപ്രീം കോടതി മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഏറ്റവും വിശാലമായ റിട്ടധികാരം എന്ന് പറയുന്നത് ആരിൽ നിക്ഷിപ്തമാണ്, അല്ലെങ്കിൽ ആർക്കാണുള്ളത്? വിശാലമായ റിട്ടധികാരം ഹൈക്കോടതിക്കാണ്. സുപ്രീം കോടതിക്ക് മൗലികാവകാശങ്ങൾ സംബന്ധിച്ച് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഹൈക്കോടതിക്ക് അങ്ങനെയല്ല. മറ്റു തൊഴിൽ തർക്കങ്ങൾ പോലുള്ള മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ റിട്ടധികാരം എന്ന് പറയുന്നത് ഹൈക്കോടതിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പരിമിതമാണ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഹൈക്കോടതിക്കാണ് ഏറ്റവും വിശാലമായ റിട്ടധികാരമുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉറപ്പ് നൽകുന്ന റിട്ടുകൾ എത്ര റിട്ടുകളാണ്? 5 തരത്തിലുള്ള റിട്ടുകളാണ് നമുക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്നത്. ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന റിട്ടുകൾ 5 തരത്തിലുള്ള റിട്ടുകളാണ്. ഏതൊക്കെയാണ്? 1, ഹേബിയസ് കോർപ്പസ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ഒരു റിട്ട്. ദെൻ രണ്ടാമത്തേത് മാൻറ്റമസ്. 3, കോവാറന്റോ. 4, സെർഷ്യോററി. 5, പ്രൊഹിബിഷൻ. ഇങ്ങനെ 5 തരത്തിലുള്ള റിട്ടുകളാണ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നത്, ഉറപ്പ് നൽകുന്നത്. ഹേബിയസ് കോർപ്പസ്, മാൻറ്റമസ്, കോവാറന്റോ, സെർഷ്യോററി, പ്രൊഹിബിഷൻ എന്നിവ. അപ്പോൾ ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, ഇത് മലയാളം വേർഡല്ല, ഇംഗ്ലീഷ് അല്ല, പിന്നെ ഏത് ഭാഷയാണ്? ലാറ്റിൻ ഭാഷയിലാണ് ഇവയ്ക്ക് പേരുകൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ റിട്ടുകൾ എന്ന് പറയുന്നത് ഏതു ഭാഷയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിലാണ് റിട്ടുകൾ ഉള്ളത്. അപ്പോൾ ഇതിൽ ഓരോ റിട്ടുകളും എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്ത വിവരം എല്ലാവരും അറിഞ്ഞു കാണും. PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പേരിലുള്ള നമ്മുടെ സ്വന്തം ആപ്പാണ്. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ബുക്ക് എന്ന് പറയുന്നത് PSCയുടെ ഹോട്ട് ടോപ്പിക്സിന്റെ ബുക്ക് ആണ്. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് PSC റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് കണ്ടെത്തുന്നതാണ് ഹോട്ട് ടോപ്പിക്സ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള 136ഓളം ഹോട്ട് ടോപ്പിക്സ് അടങ്ങുന്ന ബുക്കാണ് നമ്മുടെ
ആപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെറും 199 രൂപയ്ക്കാണ്. കുറെ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 199 രൂപയ്ക്കാണ് നമ്മൾ ഈ 136ഓളം ഹോട്ട് ടോപ്പിക്സ് വരുന്ന ഈ ബുക്ക് കൊടുക്കുന്നത്. അപ്പൊ ഈ ബുക്ക് നിങ്ങൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും വായിച്ചു പഠിക്കാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഓഡിയോ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, കേട്ടു പഠിക്കാവുന്നതാണ്. ജോലി തിരക്കുകൾക്കിടയിലോ ബസ് യാത്രക്കിടയിലോ ഡ്രൈവിങ്ങിനിടയിലോ ഒക്കെ നിങ്ങൾക്ക് കേട്ടു പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ 199 രൂപയുള്ളൂ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആപ്പിനെ കുറിച്ചുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിന്റെ നമ്പർ ആണ്. അപ്പൊ ഇതിലേക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഈ 199 രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും പിന്നീട് ഇനി നടക്കുന്ന പരീക്ഷകളിലൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് ഉണ്ടല്ലോ, അത് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ 136 എന്നുള്ള നമ്പേഴ്സ് കൂടും. ഓക്കെ, ഹോട്ട് ടോപ്പിക്സ് ഇനി വീണ്ടും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് പുതിയതായിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ആഡ് ഓൺ ആവും. നിങ്ങൾക്ക് അതിന് ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ കുറെ പേര് iOS അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ആൻഡ്രോയിഡിൽ മാത്രമേ ഉള്ളൂ. iOS എന്നുള്ളത് നിലവിൽ വർക്കിങ്ങിലാണ് കേട്ടോ. അപ്പൊ അത് ഉടനെ തന്നെ അപ്ഡേറ്റ് ആവും, അത് നിങ്ങളെ അറിയിക്കാം. പിന്നെ നമ്മുടെ ആപ്പില് എല്ലാ സൺഡേ, ഓക്കെ, എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ യൂട്യൂബിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ നിന്നുള്ള ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാ സൺഡേസും നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് week 1 week 2 എന്ന് പറഞ്ഞിട്ട് അവിടെ ടെസ്റ്റ് കിടപ്പുണ്ടാവും. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഒരു പരീക്ഷ പോലെ ക്വിസിൽ തെറ്റിയ സാധനങ്ങൾ ശരിയായിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റിയത് ഏതാണെന്നുള്ളത് അറിയാനുള്ളതും നമ്മൾ വർക്കിങ്ങിലാണ്. അതും ഉടനെ തന്നെ അപ്ഡേറ്റ് ആകും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ തെറ്റിച്ച ചോദ്യം ഏതാണ്, അതിന്റെ ശരിയുത്തരം എന്താണെന്നുള്ളതും കൂടെ അറിയാനുള്ള ഓപ്ഷനും കൂടെ ഉടനെ തന്നെ വരുന്നതാണ്. ഓക്കെ അല്ലേ? കുറെ പേര് നമുക്ക് എൻക്വയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് പറഞ്ഞത്. വേറെ ഫോണിൽ നിന്ന് ക്യാഷ് അടയ്ക്കാൻ പറ്റും കേട്ടോ, അതർ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പൊ എങ്ങനെയാണ് അത് പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ അല്ലേ? SCERT ടെക്സ്റ്റ് അടുത്തത് നമ്മുടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന പുസ്തകം എന്ന് പറയുന്നത് ന്യൂ SCERT ആണ് കേട്ടോ. ന്യൂ SCERT കറണ്ട് അഫയേഴ്സും ആണ്. അപ്പൊ അതിൽ ന്യൂ SCERTയുടെ പുസ്തകം നമ്മൾ കമ്മിങ് സൂൺ എന്ന് ഇട്ടിട്ടുണ്ട്. ഓൺ വർക്കിങ്ങിലാണ്. അപ്പൊ എന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ ന്യൂ SCERTയുടെ പണിയൊക്കെ നടക്കുന്നത്. കുറച്ച് വൈകിയാലും ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേ എന്ന് പറയുന്നത് പോലെ കുറച്ച് വൈകിയാലും നിങ്ങൾക്ക് നല്ല കണ്ടന്റ് നിങ്ങൾക്ക് തരണം എന്നുള്ളതാണ്. 5 മുതൽ 10 വരെയുള്ള ബേസിക് സയൻസും സോഷ്യൽ സയൻസും ഒരുമിച്ചുള്ള ഒരു ബുക്കായിരിക്കും. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇതേപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കും നമ്മൾ നൽകുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. കുറച്ച് വൈകിയാലും നല്ല വൈകത്തില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇറക്കും. അപ്പൊ എന്തായാലും ഇറങ്ങുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബുക്കായിരിക്കും നിങ്ങൾക്ക് എന്തായാലും കിട്ടുക, കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ. ഓക്കെ, നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സും കണ്ടന്റും എന്നുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു ബുക്കായിരിക്കും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ അല്ലേ? അപ്പൊ പർച്ചേസ് ചെയ്തിട്ടില്ലാത്തവരെ ഹോട്ട് ടോപ്പിക്സിന്റെ ഈ ബുക്ക് പർച്ചേസ് ചെയ്തോളൂ. 199 രൂപയ്ക്ക് തീർച്ചയായിട്ടും വർത്ത് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ളവര് നിങ്ങളുടെ കമന്റ്സ് കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ പറയുന്ന ക്ലാസിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ പുതുതായിട്ട് വരുന്നവർക്ക് ഈ അഭിപ്രായങ്ങളൊക്കെ നോക്കി റിവ്യൂസ് ഒക്കെ, അതുപോലെ പ്ലേ സ്റ്റോറിൽ റിവ്യൂസ് ഇടുക. അപ്പൊ നിങ്ങൾക്ക് ആ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ആദ്യത്തെ റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ്. അപ്പോൾ എന്താണ് ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ടിൻ്റെ മീനിങ് എന്ന് പറയുന്നത്? ഈ ഒരു പേരിൻ്റെ അർത്ഥം എന്താണ്? അതായത് യു മേ ഹാവ് ദ ബോഡി, അതായത് ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന റിട്ടാണ് കേട്ടോ. ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഈ റിട്ടാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത്? വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന റിട്ട് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ഹേബിയസ് കോർപ്പസ് ആണ്. നമ്മുടെ ഇന്ത്യൻ കോടതികളിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നതും അതുപോലെ ഏറ്റവും കൂടുതൽ പുറപ്പെടുവിക്കുന്നതുമായിട്ടുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യൻ കോടതികളിൽ ഏറ്റവും കൂടുതൽ വരുന്ന റിട്ട് എന്ന് പറയുന്നതും ഹേബിയസ് കോർപ്പസ് വേണ്ടിയിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ പുറപ്പെടുവിക്കുന്ന റിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? അതും ഹേബിയസ് കോർപ്പസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ഹേബിയസ് കോർപ്പസ് ആദ്യമായിട്ട് പരാമർശിക്കുന്നത് 1215
മാഗ്ന കാർട്ടയിലാണ്. 1215 മാഗ്ന കാർട്ടയിലാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ടിനെ കുറിച്ച് ആദ്യമായിട്ട് പരാമർശം വരുന്നത്. ഇനി വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതായത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട റിട്ട് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ കഴിയുക? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ സാഹചര്യം, ഒരാളെ അന്യായമായി തടങ്കലിൽ വച്ചിട്ടുണ്ടെങ്കിൽ ആളെ സ്വതന്ത്രനാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, അന്യായമായി തടങ്കലിൽ വച്ചിട്ടുള്ള ഒരാളെ നമുക്ക് സ്വതന്ത്രനാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അതുപോലെ മതിയായ കാരണങ്ങളൊന്നുമില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ, മതിയായ കാരണങ്ങളില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്ത ഒരാളെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണമെന്ന് അല്ലേ. അപ്പോൾ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കിയില്ല എങ്കിൽ നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു കരുതൽ തടങ്കൽ എന്ന് പറയുന്നതിൻ്റെ കാലാവധി അല്ലേ. കരുതൽ തടങ്കൽ എന്ന് പറയുന്നതിൻ്റെ കാലാവധി 3 മാസമാണ് എന്ന് പറഞ്ഞു. ആ 3 മാസ കാലാവധി കഴിഞ്ഞും ഒരാളെ നമ്മൾ കസ്റ്റഡിയിൽ വയ്ക്കുകയാണെങ്കിൽ അതിനെതിരെ പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ പറ്റുന്നത്? അന്യായമായി തടങ്കലിലാക്കപ്പെട്ട ഒരാളെ സ്വതന്ത്രനാക്കാനായിട്ട്, മതിയായ കാരണങ്ങളില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ, അറസ്റ്റ് ചെയ്ത വ്യക്തിയെ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ കരുതൽ തടങ്കലിൻ്റെ കാലാവധിയായ 3 മാസം കഴിഞ്ഞും ഒരാളെ കസ്റ്റഡിയിൽ വയ്ക്കുകയാണെങ്കിൽ, ഈ സിറ്റുവേഷൻസിലൊക്കെയാണ് നമുക്ക് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം നമ്മൾ എന്താണ്, ഈ പറഞ്ഞ എല്ലാ സിറ്റുവേഷൻസും സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് സ്വകാര്യ വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അല്ലേ. അതായത് നമ്മൾ പറഞ്ഞു ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട റിട്ടാണെന്ന്. അപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിക്കെതിരെ നമുക്ക് എങ്ങനെയാണ് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുക? അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മനുഷ്യക്കടത്തെന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം അല്ലെ ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗുണ്ടാ സംഘം ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അവരെ നമുക്ക് എന്താണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ട് എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. അപ്പോൾ അതൊരു സ്വകാര്യ വ്യക്തിക്കെതിരെയാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ എന്താണ് ആരെങ്കിലുമൊക്കെ ഈ മാതാപിതാക്കളൊക്കെ ഈ പ്രണയത്തിൻ്റെ പേരിലൊക്കെ മക്കളെ എന്ത് ചെയ്യാറുണ്ട്? വീട്ടു തടങ്കലിൽ വെക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മാതാപിതാക്കൾക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാം? ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാം. അല്ലാതെ ചില മക്കളുണ്ട്, വൃദ്ധരായിട്ടുള്ള അച്ഛനമ്മമാരെ വീട്ടു തടങ്കലിൽ വയ്ക്കുന്ന മക്കളുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കെതിരെ മക്കൾക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാം? ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എന്താണ്? സ്വകാര്യ വ്യക്തികൾക്കെതിരെ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റിനെതിരെയും അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ഒരേപോലെ നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ടാണ്, അവർക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയാം. നമുക്ക് ഗവൺമെൻറ്റിന്, സ്റ്റേറ്റിനെതിരെയും നമുക്ക് എന്താണ് ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാം, സ്വകാര്യ വ്യക്തികൾക്കെതിരെയും പുറപ്പെടുവിക്കാം. ഇനി ഇങ്ങനെ ചോദിച്ചാലോ, സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഏക റിട്ട് എന്ന് ചോദിച്ചാലും അത് ഏതാ? ഹേബിയസ് കോർപ്പസ് ആണ്. ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന ഒരു റിട്ട് പോലും സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകളാണ്. അപ്പോൾ ഹേബിയസ് കോർപ്പസ് മാത്രമാണ് സ്റ്റേറ്റിനെതിരെയും സ്വകാര്യ വ്യക്തികൾക്കെതിരെയും പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഏക റിട്ട്, അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഏക റിട്ട്. സ്വകാര്യ വ്യക്തികൾക്കെതിരെ മാത്രമല്ല, സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഏക റിട്ട് എന്ന് ചോദിച്ചാലും ഏതാണ്? അത് ഹേബിയസ് കോർപ്പസ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് ഹേബിയസ് കോർപ്പസ്. ഇനി അടുത്തത് മാൻറ്റമസ് ആണ് കേട്ടോ. അടുത്ത റിട്ട് ഏതാണ്? മാൻറ്റമസ്. അപ്പോൾ മാൻറ്റമസ് എന്ന് പറയുന്ന റിട്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നാം കൽപ്പിക്കുന്നു, ഐ ഓർഡർ, അല്ലെങ്കിൽ നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ വരുന്നതാണ് മാൻറ്റമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാൻറ്റമസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കാതിരുന്നു കഴിഞ്ഞാൽ
അതുകൊണ്ട് മറ്റൊരു വ്യക്തിയുടെ മൗലികാവകാശത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ അല്ലെങ്കിൽ അതിനെതിരെ ആ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ആ ഒരു സ്ഥാപനത്തിനെതിരെ അല്ലെങ്കിൽ ആ ഒരു ഉദ്യോഗസ്ഥനെതിരെ പുറപ്പെടുവിക്കാൻ പറ്റുന്നതാണ് മാൻറ്റമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സർക്കാർ, അപ്പോൾ ആർക്കെതിരെയാണ് നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പല പല സർക്കാർ ഓഫീസുകളിലും നമ്മൾ പോകും അല്ലേ, നമ്മുടെ ഇപ്പോൾ വണ്ടിയുടെ ലൈസൻസ് എടുക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു ആധാർ കാർഡിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ വേണ്ടി പല സർക്കാർ ഓഫീസുകളിലും നമ്മൾ കയറി ഇറങ്ങും. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ അവർ പറയുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നു. ആ ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യങ്ങളെല്ലാം, സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മൾ അവിടെ കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ടും അവർ നമുക്ക് തരേണ്ട അല്ലെങ്കിൽ അവർ ചെയ്തു തരേണ്ട കർത്തവ്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു തരുന്നില്ല. റേഷൻ കാർഡിന് അപ്ലൈ ചെയ്തു, അവർ പറയുന്ന പേപ്പേഴ്സ് ഒക്കെ കൊടുത്തു, പക്ഷെ നമുക്ക് റേഷൻ കാർഡ് അനുവദിക്കുന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കേസുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ ആ ഒരു സർക്കാർ സ്ഥാപനത്തിനെതിരെ നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്നതാണ് മാൻറ്റമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാൻറ്റമസ് എന്ന് പറയുന്ന ഈ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുന്നത് ആർക്കെതിരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിനെതിരെ നമുക്ക് പുറപ്പെടുവിക്കാം. സർക്കാരിനെതിരെ, സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ, സർക്കാരിനെതിരെ പുറപ്പെടുവിക്കാം, സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കാം, സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ പുറപ്പെടുവിക്കാം. അല്ലാതെ ഇവിടെ എന്തില്ല, ഒരു സ്വകാര്യ വ്യക്തിയുടെ പേരിൽ നമുക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല. സർക്കാരിനെതിരെയോ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയോ സർക്കാർ ഉദ്യോഗസ്ഥനെതിരെയോ ചില സമയത്ത് ഏതെങ്കിലും കീഴ്ക്കോടതികൾക്കെതിരെയോ ഒക്കെ നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ട് എന്ന് പറയുന്നതാണ് മാൻറ്റമസ് എന്ന് പറയുന്ന റിട്ട്. മാൻറ്റമസ് സർക്കാരിനെതിരെ, സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ, സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ, മെയിനായിട്ട് ഇത്രയുമാണ്. ഈ 3 പേർക്കെതിരെ നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ടാണ് മാൻറ്റമസ് എന്ന് പറയുന്ന റിട്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നാം കൽപ്പിക്കുന്നു. മനസ്സിലായല്ലോ. അടുത്ത 3ാമത്തെ റിട്ടാണ് കോ വാറന്റോ. കോ വാറന്റോ എന്താണ്? കോ വാറന്റോ എന്നതിൻ്റെ അർത്ഥം എന്ത് അധികാരം. ആ പേര് പോലെ തന്നെയാണ് അല്ലേ, കോ വാറന്റോ. എന്ത് അധികാരം, എന്ത് അധികാരത്തിലാണ്, വിത്ത് വാട്ട് അതോറിറ്റി അല്ലേ, വിത്ത് വാട്ട് അതോറിറ്റി, എന്ത് അധികാരത്തിലാണ് താങ്കൾ ഈ സ്ഥാനത്തിരിക്കുന്നത് എന്നാണ് അവിടെ ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ തന്നെയുണ്ട് അതിൻ്റെ ഉത്തരം. അപ്പം എന്താണ് കോ വാറന്റോ? അതായത് ഏതെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ടാണ് ഏത്? കോ വാറന്റോ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ, സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ അവർക്ക് ചെയ്യാൻ അധികാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വാർത്തയിലൊക്കെ കാണാറുണ്ടല്ലേ, അതായത് കള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ വെച്ചിട്ട് സ്കൂളിൽ പ്രൊഫസറായിട്ട് കയറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസിൽ കാണാറുണ്ട് അല്ലേ. PSCയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലിയിൽ പ്രവേശിച്ചു. അപ്പോൾ എന്താണ്, അവർക്ക് അതിനുള്ള യോഗ്യതയില്ല, എന്നിട്ടും അവർ ആ അധികാര സ്ഥാപനത്തിൽ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ അധികാര സ്ഥാനത്തിൽ യോഗ്യതയില്ലാതെ തന്നെ ഇരിക്കുന്നവർക്കെതിരെ നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ടാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ പറയുന്ന യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ഇരിക്കുക എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു കാര്യം അവർക്ക് ചെയ്യേണ്ട അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അല്ലേ. ചില സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യുകയാണെങ്കിൽ അതിനെതിരെയും നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ട് എന്ന് പറയുന്നത് ഏതാണ്? കോ വാറന്റോ. അപ്പം യോഗ്യതയില്ലാതെ ആ അധികാര സ്ഥാനത്തിൽ ഇരിക്കുക, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത, അങ്ങനെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരുന്ന് കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുക, അതിനെതിരെയൊക്കെ നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ടാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോ വാറന്റോ എന്ന് പറയുന്നത് നമുക്ക് സർക്കാരിനോട്, സർക്കാർ സംവിധാനങ്ങളോട്, സർക്കാർ ഉദ്യോഗസ്ഥരോടൊക്കെ നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ടാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 4ാമത്തെ റിട്ടാണ് സെർഷ്യോററി എന്ന് പറയുന്നത് കേട്ടോ. സെർഷ്യോററി എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ? ടു ബി സർട്ടിഫൈഡ് എന്നാണ് കേട്ടോ. അതായത് സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പരിശോധിക്കപ്പെടുക. ടു ബി സർട്ടിഫൈഡ് എന്ന് പറയുന്ന മീനിങ് ആണ് സെർഷ്യോററി. അപ്പം എന്താണ് സെർഷ്യോററി എന്ന് പറയുന്നത്? ഈ ഒരു റിട്ട് കോടതിയും മറ്റൊരു കോടതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു കോടതിയും മറ്റൊരു കോടതിയുമായി ബന്ധപ്പെട്ട കേസാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിട്ടാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കേസ് ഉണ്ടായി,
ഓക്കെ, ഇപ്പം ഞാനും മറ്റൊരാളും തമ്മിലൊരു കേസുണ്ടായി. ശരിക്കും ഞാനാണ് അയാളെ ഉപദ്രവിച്ചത്, ഞാൻ ഒരാളെ ഉപദ്രവിച്ചു. പക്ഷെ കേസ് അന്വേഷിച്ച് എല്ലാം കണ്ടെത്തി വരുമ്പോഴത്തേനും കോടതി ശിക്ഷ വിധിച്ചത് ആർക്കാണോ ഞാൻ മൂലം ഉപദ്രവം ഉണ്ടായത് അയാളെ ശിക്ഷയ്ക്ക് വിധിച്ചു. അങ്ങനെ ആവുമ്പോൾ അവിടെ എന്താണ്, അന്യായമായ ഒരു വിധി ഉണ്ടാവുകയാണ് അല്ലേ. അന്യായമായ വിധി ഉണ്ടായി അല്ലേ. കുറ്റം ചെയ്ത ആൾക്കാണ് ശിക്ഷ നൽകേണ്ടത്. ഇവിടെ കുറ്റം ചെയ്തത് ഞാനാ, പക്ഷെ ഞാൻ കുറ്റം ചെയ്തതിന്റെ ഫലം അനുഭവിച്ചത് ആരോ അവർക്കാണ് ശിക്ഷ വിധിച്ചത്. അപ്പൊ അന്യായമായ വിധി പ്രഖ്യാപിച്ചു. അല്ലെങ്കിൽ എന്താണ്, കോടതി എന്ത് ചെയ്തു, പക്ഷപാതം കാണിച്ചു അല്ലെ. പക്ഷപാതം കാണിക്കുക എന്ന് നമ്മൾ പറയില്ലേ, അതായത് ഒരാളുടെ മേൽ മറ്റേ എന്താണ്, കുറ്റം ചെയ്ത ആളെ മാറ്റി നിർത്തി മറ്റേ ആൾക്ക് ശിക്ഷ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷപാതം കാണിക്കുക. അപ്പൊ പക്ഷഭേദം കാണിക്കുക, അല്ലെങ്കിൽ അന്യായമായ വിധി പുറപ്പെടുവിക്കുക, അല്ലെങ്കിൽ എന്താണ്, തെളിവുകളെ വളച്ചൊടിക്കുക അല്ലെ. കുറ്റത്തിൽ നിന്നും മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടി തെളിവുകൾ വളച്ചൊടിക്കുക, തെളിവുകൾ കണ്ടില്ലെന്ന് നടിക്കുക. ഇങ്ങനെയെല്ലാം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അപ്പീൽ കൊടുക്കുകയാണ്. ഈ കോടതി ശരിയല്ല, ഇവിടുത്തെ അന്വേഷണം ശരിയല്ല. അപ്പോൾ എന്ത് ചെയ്യുക, മുകളിലെ കോടതിയിലേക്ക് നമ്മൾ അപ്പീൽ നൽകുന്നു. ഓക്കെ, അപ്പീൽ നമ്മൾ നൽകുന്നു. അപ്പം അങ്ങനെ അപ്പീൽ കൊടുത്തിട്ട് മുകളിലെ കോടതി എന്ത് ചെയ്യുന്നു, അന്വേഷിച്ചുകൊണ്ട് ആ ഒരു വിധി, അന്യായമായ വിധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിധിയെ അസാധുവാക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, സെർഷ്യോററി എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഓൾറെഡി എന്തുണ്ട്, അന്യായമായ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞു. ഓക്കെ, ശിക്ഷ അതായത് വിചാരണയെല്ലാം നടത്തി ഇയാൾ തെറ്റുകാരനല്ല, അതായത് കുറ്റം ചെയ്ത വ്യക്തി തെറ്റുകാരനല്ലെന്നും പറഞ്ഞ് മറ്റേയാൾക്ക് ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ശിക്ഷാവിധി വന്നതിന് ശേഷം നമ്മൾ ഈ കോടതിയുടെ ശിക്ഷാവിധി ശരിയല്ല എന്നും പറഞ്ഞ് മേൽക്കോടതിയിലേക്ക് അപ്പീൽ കൊടുത്ത് അവരതിനെക്കുറിച്ച് അന്വേഷിച്ച് ആ വിധിയെ അസാധുവാക്കുന്നു. അതാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. അപ്പം അപ്പീൽ നൽകുന്ന റിട്ട് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, അത് സെർഷ്യോററിയാണ്. അപ്പീൽ നൽകാവുന്ന റിട്ട് ഏതാണ്, അത് സെർഷ്യോററിയാണ്. അപ്പം ഇത് നോട്ട് ചെയ്ത് വെക്കണം, കാരണം നമ്മൾ അടുത്ത ഒരു റിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് ആണ് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ മീൻസ് തടയുക എന്നുള്ള അർത്ഥമാണ്. തടയുക എന്നുള്ള അർത്ഥമാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഇതും എന്താണ്, ഒരു കോടതിയും തമ്മിലുള്ള റിട്ട് തന്നെയാണ്. കോടതിയും തമ്മിലുള്ള ഒരു കേസ് തന്നെയാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോടതിക്ക് ആ കേസ് കൈകാര്യം ചെയ്യുന്നതിനുള്ള യാതൊരു അധികാരവുമില്ല. അല്ലെങ്കിൽ ആ ഒരു കോടതി നമുക്ക് ഈ കേസ് പോകുന്ന സമയത്ത് തന്നെ ഈ കോടതിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ടുള്ള ഒരു വിധി കിട്ടില്ല എന്നുള്ള ഒരു സംശയം മുന്നേ തന്നെ നമുക്ക് തോന്നുകയും അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ്, മേൽക്കോടതിയെ സമീപിച്ച് ഈ കോടതി ഇവിടെ നിന്നും മാറ്റണം എന്ന് പറഞ്ഞ് നമ്മൾ മേൽക്കോടതിയെ സമീപിച്ചു. നമുക്ക് ഈ കോടതിയുടെ മേൽ വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമീപിച്ച് ആ കേസ് ഈ പറയുന്ന കോടതിയിൽ വിചാരണയ്ക്ക് പോകുന്നതിന് മുൻപ് തന്നെ മറ്റൊരു കോടതിയിലേക്ക് മാറ്റുന്നു. ഒരു കോടതിയെ ആ കേസ് വിചാരണ ചെയ്യുന്നതിൽ നിന്നും വിലക്കുകയാണ്, നമ്മൾ തടയുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കേസൊക്കെ വിചാരണ നടന്നു, എന്നിട്ട് എന്താണ്, ശിക്ഷയും വിധിച്ചു അല്ലെ. അന്യായമായ വിധിയാണ് അവിടെ വന്നത്. ആ വിധിയെ അസാധുവാക്കുവാൻ വേണ്ടി നമ്മൾ മുകളിലെ കോടതിയിലേക്ക് അപ്പീൽ പോകുന്നതാണ് സെർഷ്യോററി. പക്ഷെ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോടതിയിൽ കേസ് വരാൻ വേണ്ടി പോവുകയാണ്, പക്ഷെ അവർ അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ കോടതി നമുക്ക് കൃത്യമായിട്ടൊരു വിശ്വാസമില്ല, ആ കേസ് ആ കോടതിയിൽ നടന്നു കഴിഞ്ഞാൽ നമുക്കെതിരെ എന്താണ് അനുകൂലമായിട്ടുള്ളൊരു വിധി വരത്തില്ല എന്ന് ഉറപ്പുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു കോടതിയിലേക്ക് കേസ് മാറ്റാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വിധി വരുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ വിചാരണ നടക്കുന്നതിന് മുൻപ് തന്നെ ഈ കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് നമ്മൾ മാറ്റുന്നു. ഓക്കെ, അതായത് ഇവിടെ അന്യായമായ ഒരു ശിക്ഷ വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ തടയുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ പറയും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ. അതായത് ഒരു അസുഖം വന്നിട്ട് നമ്മൾ നോക്കുന്നതിനേക്കാളും നല്ലതാണ് അത് വരാതെ തടയുന്നത് എന്ന് പറയുന്നത് പോലെ, ശിക്ഷ വിധിച്ചിട്ട് നമ്മൾ അതിനെ അസാധുവാക്കുന്നതിനേക്കാളും നല്ലത് ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് തടഞ്ഞു വെക്കുന്നതാണ്. അതാണ് അപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന ഈ ഒരു പ്രൊവേർബ്, ഈ ഒരു പഴഞ്ചൊല്ലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന റിട്ട് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, അത് പ്രൊഹിബിഷൻ ആണ്. പ്രൊഹിബിഷൻ. ഓക്കെ, പ്രൊഹിബിഷൻ മീൻസ് തടയുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഈ പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ടും എന്താണ്, കോടതിയും തമ്മിലാണ്. സെർഷ്യോററി എന്ന് പറയുന്നതും കോടതിയും തമ്മിലാണ്. അപ്പോൾ രണ്ട് കോടതികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന റിട്ട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പ്രൊഹിബിഷനും ഒന്ന് സെർഷ്യോററിയുമാണ്. ഇനി ഇതിൽ ഈ പറഞ്ഞ 5 റിട്ടിൽ നമുക്ക്
ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റിട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാൻറ്റമസ് ആണ്. മാൻറ്റമസ് എന്ന് പറയുന്നത് എന്തായിരുന്നു എന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. മാൻറ്റമസ് എന്ന് പറയുന്ന റിട്ട് ആർക്ക് വേണമെങ്കിലും പുറപ്പെടുവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപേക്ഷിക്കാൻ പറ്റുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാൻറ്റമസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ റിട്ടുകളെ കുറിച്ച് പഠിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഒരു ടേമും കൂടെ പഠിക്കണം. അതായത് പൊതു താൽപര്യ ഹർജി എന്ന് പറഞ്ഞിട്ട്. എന്താണ് പൊതു താൽപര്യ ഹർജി എന്ന് പറയുന്നത്? പൊതു താൽപര്യ ഹർജി എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് USA കയ്യിൽ നിന്നാണ് കേട്ടോ. പൊതു താൽപര്യ ഹർജി എന്ന് പറയുന്നത് USA കയ്യിൽ നിന്നും കടം കൊണ്ടിട്ടുള്ള ആശയമാണ്. പൊതു താൽപര്യ ഹർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹർജി കൊടുക്കുന്നത് ഒരു വ്യക്തിയാണ്, പക്ഷേ എങ്ങനെയുള്ള കാര്യത്തിനാണ്? പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെ? പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തി എന്ത് നൽകുന്നു? ഹർജി നൽകുന്നു. അതിനെയാണ് പൊതു താൽപര്യ ഹർജി എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു പൊതുവായ കാര്യത്തിന് നമ്മളൊരു ഹർജി നൽകുന്ന സമയത്ത് ആ നൽകുന്ന വ്യക്തിയെ അവിടെ കൺസിഡർ ചെയ്യാറില്ല. ആ പൊതുവായ കാര്യം എന്താണോ അതിനെ കൺസിഡർ ചെയ്യാറുള്ളൂ. ഏത് വ്യക്തിയോ ആവട്ടെ, കൊടുത്ത വ്യക്തിയെ നമ്മൾ നോക്കാറില്ല. ഓക്കെ, അപ്പോൾ ഈ പൊതു താൽപര്യ ഹർജികൾക്ക് ഇന്ത്യയിൽ പ്രാധാന്യം നേടിക്കൊടുത്തിട്ടുള്ള ഒരു ജസ്റ്റിസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ജസ്റ്റിസ് PN ഭഗവതി. ആ പേരും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. PN ഭഗവതി എന്ന് പറയുന്ന ജസ്റ്റിസ് ആണ് പൊതു താൽപര്യ ഹർജികൾക്ക് ഇന്ത്യയിൽ പ്രാധാന്യം നേടിക്കൊടുത്ത ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് റിട്ടുകൾ എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ 5 റിട്ടും കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പഠിക്കാനായിട്ട്. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു ഭാഗമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് നോട്ട് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വൃത്തിയായിട്ട് പഠിക്കുക, ഇന്ന് തന്നെ റിവിഷൻ ചെയ്യുക. അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്